ഗാസയെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് കരയുദ്ധം നടക്കുകയാണ്. ഹമാസിൻ്റെ തീവ്രവാദികൾ ഏതാണ്ട് സമ്പൂർണ്ണമായിട്ടും നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ഈ കരയുദ്ധത്തിൻ്റെ ഒടുവിൽ ഇതിൻ്റെ പരിസമാപ്തി എങ്ങനെ വരും? സത്യത്തിൽ ഒരുപാട് യുദ്ധം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഗാസ വീണു എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണ് യുദ്ധം ഒക്കെ പിടിച്ചു വീണു എന്നൊക്കെയാണ് പറയുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കരയുദ്ധത്തിനായിട്ട് ഈ ടാങ്കുകൾ ഒക്കെ അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ പോരാടാനായിട്ട് ഹമാസ് ഇല്ലല്ലോ. പോരാടാൻ അവിടെ സോൾജിയേഴ്സ് ഇല്ല, ഭടന്മാരില്ല, ഏകപക്ഷീയമാണിത്. അപ്പോൾ ഗാസ വീണ് കഴിഞ്ഞു എന്നുള്ളതാണ് അർത്ഥം. കോട്ട ഒക്കെ വേണമല്ലോ, തീർക്കണമല്ലോ. ഇങ്ങനെ ഒന്നുമില്ല അതിൻ്റെ അകത്ത്. ഹൈ റൈസ് ബിൽഡിങ്സ് ഉണ്ടല്ലോ, ഈ അമ്പരചുംബികൾ, 4 നില 5 നില 10 നില, ഇതൊക്കെ നേരത്തെ തന്നെ ആകാശ ആക്രമണത്തിൽ തകർത്ത് കഴിഞ്ഞു. അത് നമ്മൾ ശരിക്കും യുദ്ധതന്ത്രത്തിൻ്റെ ചുമ്മാ ഒരു കെട്ടിടം വീണു അങ്ങനെയല്ല, യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അമ്പരചുംബികൾ തകർത്തത് അതിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, അത്തരം ഈ കര ആക്രമണം നടക്കുമ്പോൾ അമ്പരചുംബികളുടെ മുകളിൽ നിന്ന് റോക്കറ്റ് ആക്രമണം ഹമാസ് നടത്താൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഈ അമ്പരചുംബികളൊന്നും വലിയ കെട്ടിടങ്ങളൊന്നും അവിടെ വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് ആകാശ ആക്രമണം, വ്യോമാക്രമണം പല ദിവസങ്ങളായിട്ട് നടന്നിട്ട് അത്തരം കെട്ടിടങ്ങളൊക്കെ തകർത്ത് കഴിഞ്ഞു. അപ്പോൾ കരയുദ്ധം നടക്കുമ്പോൾ വേറെ ഒരു സ്ഥലത്തു നിന്നും ആക്രമണം ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അത് ചെയ്ത ശേഷമാണ് ഇപ്പോൾ ടാങ്കുകളൊക്കെ കയറിയിരിക്കുന്നത്. അപ്പോൾ നെതന്യാഹു പറഞ്ഞു, കരയുദ്ധം തുടങ്ങി, ഇത് വഴിത്തിരിവാണ്, ഇത് നിർണായക വഴിത്തിരിവാണ്. അറബിക്കിലും ഇത് പറഞ്ഞിട്ടുണ്ട്. ഗാസ നഗരത്തിലെ ഹമാസ് സംവിധാനം തകരുന്നു. ഹമാസിൻ്റെ മൊത്തം ഇൻഫ്രാസ്ട്രക്ചർ, മിലിറ്ററി, പൊളിറ്റിക്കൽ, ഇതെല്ലാം ഹമാസ് എന്ന് പറഞ്ഞൊരു സംഗതി ഈ ഭൂമുഖത്ത് ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹമാസിൻ്റെ തന്നെ വലിയ ലീഡർഷിപ്പിനെ ദോഹയിൽ ഒറ്റടിക്ക് മറ്റേ യമനിലെ മന്ത്രിസഭയെ മുഴുവൻ പ്രധാനമന്ത്രിയും 11 മന്ത്രിമാരും നശിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞ പോലെ ദോഹ അത് നശിപ്പിച്ചിട്ടാകാൻ കരയുദ്ധം എന്ന് വിചാരിച്ചതാണ്. അതിൽ 6 പേര് കൊല്ലപ്പെട്ടു. മുതിർന്ന നേതാക്കൾ മറ്റേ ഹമ്മം അലിയ മാത്രമാണ്, മകൻ മാത്രമാണ് കൊല്ലപ്പെട്ടത്. ബാക്കി അംഗരക്ഷകരാണ് 5 പേര്. ഒരാൾ ഖത്തറിലെ തന്നെ സെക്യൂരിറ്റി ഭടൻ ആണ്. അപ്പോൾ മുതിർന്ന നേതാക്കൾ സുഖലോലുപരായിട്ട് ഖത്തറിൽ അവശേഷിക്കുന്നുണ്ട്. അവരുടെയും കഥ അധിക നാൾ തുടരാൻ സാധ്യത കാണുന്നില്ല. അപ്പോൾ ഇപ്പോൾ കാൽനടയായിട്ട് ആണ് പലസ്തീനികൾ ഗാസ നഗരമാണ് ഇപ്പോൾ വീണിരിക്കുന്നത്. പലസ്തീനികൾ പലരും കാൽനടയായിട്ടാണ് മടങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാശുള്ളവർക്ക് മാത്രമേ വണ്ടികളിൽ പോകാൻ കഴിയുള്ളൂ. കാരണം എപ്പോൾ എവിടെ നിന്ന് വെടിവരുന്നുള്ള ഒരു റിസ്ക് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ടാക്സികൾ എങ്ങനെ പോകാനാണ്? ഒരു സ്ത്രീ തന്നെ പോയപ്പോൾ ഈ ഗാസ നഗരത്തിൽ നിന്ന് അടുത്ത ഖാൻ യൂനിസിലേക്ക് പോകാൻ 88,000 രൂപ മുടക്കിയെന്ന് അവർ പറയുന്നുണ്ട്. അവരുടെ ആഭരണങ്ങൾ മുഴുവൻ വിറ്റിട്ടാണ് പണം ഉണ്ടാക്കിയത് എന്ന് പറയുന്നുണ്ട്. 3000 ഹമാസ് പോരാളികൾ ശേഷിക്കുന്നുണ്ട് എന്നാണ് ഇസ്രയേൽ പറയുന്നത്. അവരിനി 1-2 ദിവസം കൂടി ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഇസ്രയേൽ കാറ്റ്സ് പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കത്തുന്നു, ഭീകര മറ്റേ ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനങ്ങൾ ഒക്കെ നശിക്കുന്നു. ഹമാസിനെ തോൽപ്പിച്ച് ഞങ്ങൾ ബന്ദികളെ മോചിപ്പിക്കും. പിന്നെ ഒഴിച്ചു പോകാനുള്ള ഉത്തരവ് മുഴുവൻ മറ്റേ ഗാസയിലുള്ള പലസ്തീനികൾക്ക് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ പലായനം ചെയ്യുന്ന ലിന മഗ്രേബി എന്ന് പറഞ്ഞ സ്ത്രീയാണ് പറഞ്ഞത്, ഞാൻ സ്വർണം വിറ്റിട്ടാണ് പോകുന്നത്, ഖാൻ യൂനിസിലെത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. 3500 ഷെക്കൽ, അതായത് 88,000 രൂപ മുടക്കേണ്ടി വന്നു അങ്ങനെ എത്താൻ. അപ്പോൾ കാറും ട്രക്കും അതിൻ്റെ നീണ്ട നിരകളിപ്പോൾ കാണാം പലായനം ചെയ്യുന്നവരുടെ. അൽ റഷീദ് എന്ന് പറഞ്ഞ ഈ തീരത്തുകൂടി
കോസ്റ്റൽ തീരത്തുകൂടിയുള്ള അൽ റഷീദ് പാതയിൽ കൂടി മാത്രമേ പലായനം ചെയ്യാവൂ എന്ന് ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പലായനം ചെയ്യാൻ ഒറ്റ റൂട്ട് മാത്രമേ ഉള്ളൂ. മുകളിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും വ്യോമാക്രമണം ഉണ്ടാകാം. അബു മുഹമ്മദ് ഹമീദ് പലായനം ചെയ്യുന്ന ഒരാൾ പറഞ്ഞു, അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുംബത്തിൽ പല ആളുകളും കിടക്കുന്നുണ്ട്. പുലർച്ചെ 3 മുതൽ പുറത്തെടുക്കാനായിട്ട് നോക്കിയതാണ്, സാധിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുടുംബത്തിലുള്ള പല ആളുകളെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഉപേക്ഷിച്ചിട്ടാണ് പലസ്തീനികളുടെ പലായനം. 70 വയസ്സുള്ള അബൂ സമർ പറഞ്ഞു, പാർപ്പിടങ്ങൾ, മോസ്കുകൾ, സ്കൂളുകൾ, റോഡുകളൊക്കെ നശിപ്പിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഓർമ്മകൾ തന്നെ തുടച്ചു നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ഗുട്ടറസ് പറഞ്ഞു, ഇത് അസഹ്യമാണ്. US മറ്റേ കമ്മീഷനെ വെച്ചിട്ടുണ്ട്, വംശഹത്യ ആണ് നടക്കുന്നത്. ഈ വാദം വ്യാജമാണ് എന്ന് ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ട്. ട്രംപ് പറഞ്ഞിട്ടുണ്ട്, ബന്ദികളെ ഈ അവശിഷ്ട ഹമാസ് പോരാളികൾ കവചമാക്കി കഴിഞ്ഞാൽ അവർക്ക് നരകമായിരിക്കും വിധിച്ചിരിക്കുന്നത്, അവരെ ഞങ്ങൾ നരകത്തിലേക്ക് അയക്കും എന്ന് പറഞ്ഞാൽ ഇസ്രയേലിൻ്റെ ഈ ഗാസ ഓപ്പറേഷൻ്റെ കൂടെ അമേരിക്ക ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തം. യൂറോപ്യൻ യൂണിയൻ ആണെങ്കിൽ ഇസ്രയേലിനെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനായിട്ട് ആലോചിക്കുന്നു. യൂറോപ്യൻ യൂണിയൻ സ്വന്തമായി നിലപാടെടുക്കുന്നു, അമേരിക്കയുടെ നിലപാടിൻ്റെ കൂടെ അല്ല എന്നർത്ഥം. ഈ മാർക്കോ റൂബിയോ അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി ഇപ്പോൾ പല സ്ഥലത്തും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖത്തറിലെത്തി എമീർ അൽത്താനിയെ കണ്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അങ്ങേരും പറഞ്ഞിട്ടുണ്ട്, ഇത് ടൈം ഈസ് റണ്ണിങ് ഔട്ട് എന്ന് പറഞ്ഞു. ഇനി സമയമില്ല, വെടിനിർത്തൽ, സമാധാന ശ്രമം, ഇതിനൊന്നും. അല്ലെങ്കിൽ തന്നെ ഇസ്രയേൽ സമാധാന ശ്രമങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ടാണല്ലോ ദോഹയിൽ പണിതത്, ആക്രമണം നടത്തിയത്. അതെ, ഖത്തറിൻ്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ഈ പരിപാടി വേണ്ട, ഞങ്ങൾ ഗാസ പിടിച്ചിട്ട് നമുക്ക് ആലോചിക്കാം എന്നുദ്ദേശിച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഗാസയുടെ അവസ്ഥ. അതായത് ഇനി ഗാസ എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശം, അവരുടെ ഈ പലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാജ്യം എന്ന് പറയുന്ന ആ അവകാശവാദത്തിനൊന്നും ഇനി സ്ഥാനമില്ല എന്നുള്ള പ്രഖ്യാപനം, ഫിനിഷ് ദ ജോബ് എന്ന് പറയുന്ന ലൈനിലേക്ക്, അതിൻ്റെ ഏതാണ്ട് ഡെഡ് എൻഡിലേക്ക് ഇസ്രായേൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിനപ്പുറത്തേക്ക് ഇത് മൊത്തം തീർന്നു കഴിയുമ്പോൾ, കരയുദ്ധം മൊത്തം അവസാനിച്ച് കഴിയുമ്പോൾ അവിടെ ഇസ്രായേൽ ആയിരിക്കുമോ ഉണ്ടാവുക, അതോ ഈ പലായനം ചെയ്യപ്പെട്ടവർ തിരിച്ചു വരുമോ? ഇല്ല, പലായനം ചെയ്യപ്പെട്ടവർ തിരിച്ചു വരുന്ന പ്രശ്നമേ ഉത്ഭവിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ വെസ്റ്റ് ബാങ്കിലൊക്കെ ഇപ്പോൾ സെറ്റിൽമെൻറ്റുകൾ, ജൂത സെറ്റിൽമെൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗാസ നഗരത്തിലും ഇപ്പോൾ അതിൻ്റെ തീരപ്രദേശമൊക്കെ ഉണ്ടല്ലോ, ഗാസ നഗരത്തിലും അവർ ജൂതന്മാരെ കൊണ്ടുവന്ന് സെറ്റിൽ ചെയ്യിക്കാനാണ് സാധ്യത. അപ്പോൾ സാധാരണഗതിയിൽ ഈ ഇന്ത്യയിൽ നിന്നൊക്കെ പോകുന്ന മണിപ്പൂരിൽ നിന്നൊക്കെ ജൂതഗോത്രം ഉണ്ട് എന്നല്ലേ പറയുന്നത്. ഇവരെ കുറേ പേരെ അങ്ങോട്ട് കൊണ്ടുപോകുമല്ലോ. ഇങ്ങനെ പോകുന്ന ആളുകളെയൊക്കെ സെറ്റിൽ ചെയ്യിക്കുന്നത് ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ്. ഈ പലസ്തീൻ പ്രദേശങ്ങൾ ഇസ്രയേൽ പിടിച്ചെടുത്ത സ്ഥലങ്ങളിലാണ് വേറെ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ജൂതന്മാരെയൊക്കെ കൊണ്ടുപോയി സെറ്റിൽ ചെയ്യിക്കുന്നത്. നമ്മുടെ കൊച്ചിയിൽ നിന്നും കുറേ ആളുകൾ ജൂതന്മാർ പോയിട്ടുണ്ടല്ലോ. ഇത്തരം സ്ഥലങ്ങളിലൊക്കെയാണ് അവർക്ക് പാർപ്പിടങ്ങൾ കണ്ടെത്തി കൊടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇനി ഈ ദ്വിരാഷ്ട്രം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, പലസ്തീനും ഇസ്രയേലും കൂടി കോഎക്സിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞൊരു സംഭവം നടപ്പില്ല. 2047 ഇസ്രയേലിൻ്റെ ശതാബ്ദി വർഷമാണ്. അന്ന് പലസ്തീൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ വിശാല ഇസ്രയേൽ എന്ന് പറയുന്നത്. അതാണ്, അതിലേക്ക് ഇസ്രയേൽ നടന്നെടുക്കുകയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഗാന്ധിയൻ മോഡലിലല്ലല്ലോ, ടാങ്കുകൾ വഴിയും വിമാനങ്ങൾ വഴിയും എത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വിശാല ഇസ്രയേലിലേക്കാണ് അവർ പ്രവേശിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇപ്പോൾ അറബ് ഇസ്ലാമിക നാറ്റോ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഉച്ചകോടി നടന്നല്ലോ ഖത്തറിൽ. അറബ് മുസ്ലിം
ഉച്ചകോടി എന്നാണ് പറയുന്നത്. രണ്ടും കൂടി ചേർത്തിട്ട മുസ്ലിം എന്ന് പറയണം എന്നുള്ളത് ഇറാൻ്റെയും ഖത്തറിൻ്റെയൊക്കെ ആവശ്യമാണ്. അറബ് എന്ന് മാത്രം പോരാ, മറ്റേത് ഷിയ രാജ്യമാണല്ലോ. അപ്പോൾ അവർ ഇങ്ങനൊരു നാറ്റോ വേണമെന്ന് ഈജിപ്തിനാണ് അറബ് രാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ സേനയുള്ളത്. അപ്പോൾ അവരാവശ്യപ്പെട്ടിട്ടുണ്ട്, പാകിസ്ഥാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് വലിയ എക്സ്പെർട്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഉച്ചകോടി തെളിയിച്ചത് അറബ് ഇസ്ലാമിക മുസ്ലിം രാഷ്ട്രങ്ങൾക്കിടയിലെ വിഭജനം ആണ് തെളിയിച്ചത്. ഇത് ഇസ്ലാമിക നാറ്റോ ഒന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. അപ്പോൾ ഉച്ചകോടി വെറുതെ ഒരു പ്രമേയം പാസ്സാക്കാനുള്ള പരിപാടി മാത്രമായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് അവരൊന്നും, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, പലസ്തീൻ്റെ കൂടെ ഇവരാരും നിൽക്കാൻ പോകുന്നില്ല. തുർക്കിയോ ഈജിപ്തോ, ഈജിപ്ത് തൊട്ടപ്പുറത്തല്ലേ കിടക്കുന്നത്, ഈജിപ്ത് എന്തെങ്കിലും ചെയ്തോ? ഈജിപ്ത് കണ്ടതായി നടിക്കുന്നില്ല. ഈജിപ്ത്, UAE, സൗദി. കാരണം ഇവർക്കെല്ലാം അമേരിക്കയെ ആവശ്യമുണ്ട്. അമേരിക്കയുടെ സംരക്ഷണത്തിലാണല്ലേ, അമേരിക്കയുടെ താവളങ്ങളുണ്ട്, അമേരിക്കയുടെ പട്ടാളക്കാരുണ്ട്. ആ സേനയെ നിലനിർത്താൻ അതത് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് പൈസയും കൊടുക്കുന്നുണ്ട്. ജപ്പാനിലും താവളങ്ങളുണ്ട് അമേരിക്കയ്ക്ക്, ജപ്പാനും അമേരിക്കയ്ക്ക് പൈസ കൊടുക്കുന്നുണ്ട്. അൽ ഉദൈദ് എന്ന് പറഞ്ഞ് ഗൾഫിലെ ഏറ്റവും വലിയ അമേരിക്കയുടെ താവളം ഖത്തറിലാണ്. അപ്പോൾ അമേരിക്ക പറയുന്നിടത്ത് ഇവരൊക്കെ നിൽക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇസ്രയേലിൻ്റെ 89 ഇരട്ടി ആണ് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം. ഇസ്രയേൽ ചെറിയ സ്ഥലമല്ലേ, നമ്മുടെ ഒരു എറണാകുളം ജില്ലയുടെ അത്രയൊക്കെയല്ലേ ഉള്ളൂ. അതിൻ്റെ 89 ഇരട്ടിയുണ്ട് ഇറാൻ. എന്നിട്ട് ഇറാനിൽ പറപ്പിക്കുന്നില്ലേ, ഒരു ചെറിയ രാജ്യം. ഒരേ സമയം ഇപ്പം എവിടേക്ക് യുദ്ധം ചെയ്യുന്നത്? ലെബനൻ, സിറിയ, ഇറാൻ, മറ്റേ ഖത്തർ, യമൻ, ഖത്തർ, ഗാസ. ഒരു ചെറിയ രാജ്യം എന്തൊക്കെ ചെയ്യുന്നു എന്ന് നോക്കൂ. അപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇസ്രയേലിൻ്റെ അടുത്തൊന്നും. അപ്പോൾ ഗാസ വീണിരിക്കുന്നു. ഇതാണ് ഗാസ നഗരം വീണിരിക്കുന്നു. അത് ഇസ്രയേലിൻ്റെതായി മാറിയിരിക്കുന്നു. അതാണ് വാസ്തവം. ഇത് പറയാതിരുന്നിട്ട് കാര്യമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.